ഹലോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് സാർ ലൂയിസ് വീക്ക്. അപ്പം രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസത്തെയും കൂടെ കാര്യം ഞാൻ ഒറ്റയടിക്ക് കാണിക്കാൻ പോവാണ്. രണ്ടാമത്തെ ദിവസം സ്പെഷ്യലായിട്ട് എടുത്തു പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ലായിരുന്നു. ഫുൾ മ്യൂസിക് തന്നെയായിരുന്നു. 3 സ്റ്റേജിലായിട്ടായിരുന്നു പരിപാടി. ഇപ്പോൾ 1, 2 ഇത് മൂന്നാമത്തെ സ്റ്റേജ്. അങ്ങനെ 3 സ്റ്റേജിലായിട്ടായിരുന്നു പരിപാടി. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ പരിപാടിയായിരുന്നു. ഇവരുടെ റെഡ് കോട്ട് ഇട്ടിട്ടുള്ള ആ ചേച്ചീനെ കണ്ടില്ല? ആ ചേച്ചി പൊള്ളിയാണ്. ആ ചേച്ചി പാടുകയും ചെയ്യും, ഗിറ്റാർ വായിക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ കേട്ട് നോക്ക്. അങ്ങനെ അതിമനോഹരമായി രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു പോയി. മൂന്നാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങൾ കടന്നു. ഞാനും ഷാരിമയും കൂടെ ആദ്യമേ ഒന്ന് ഇറങ്ങി കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഷാരിമേനെ പറഞ്ഞു വിട്ടു. കാരണം ഷാരിമയ്ക്ക് ഡ്യൂട്ടി ഉണ്ടല്ലോ. പക്ഷേ ഇത് കണ്ടോ, എന്തേരം ആൾക്കാരാണ് വന്നേക്കുന്നതെന്ന് കണ്ടോ. എല്ലാവരും വന്നേക്കുന്നത് ഇന്ന് രാത്രി നടക്കാൻ പോകുന്നത് ഫയർ വർക്കുണ്ട്. ഫയർ വർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വന്നേക്കുന്നത്. ഇത് മലയാളികളാട്ടോ. ഇവിടെ തന്നെ തൊട്ടടുത്തുള്ള കുറച്ച് മലയാളി ആൾക്കാരാണ്. അവരെല്ലാവരും ഞങ്ങളിന്ന് പരിചയപ്പെട്ടു. അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ പറഞ്ഞു വന്നത് ഫയർ വർക്ക്. ഫയർ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തൊരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും ആദ്യമേ ഞങ്ങളിതൊക്കെ കണ്ടിട്ട് അയ്യേ ഇതെന്ത് സാധനം, ഇത് കൊള്ളത്തില്ല, നാട്ടിലാണ് അടിപൊളി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആർക്കും ഒന്നും പറയാനില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി. ഇതൊരു 3D എഫക്റ്റും അല്ല. ഇവിടുത്തെ ഇതിന് വലിയ ശബ്ദമൊന്നുമില്ല, പക്ഷെ നല്ല രസം കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ 3D പോലെ ഇങ്ങനെ വരുന്നൊരു ഫീലാണ്. നിങ്ങൾ തന്നെ കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ലവ് ഒക്കെ വരുന്നുണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, പിന്നെ എല്ലായിടത്തും ഉള്ള പോലെ അവസാനമായപ്പോഴേക്ക് സൂപ്പറായിരുന്നു. അത് നിങ്ങൾ തന്നെ കണ്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരു മണിക്കൂറത്തേക്ക് DJ പരിപാടി ഉണ്ടായിരുന്നു. ആ DJയിലാണ് ഈ ചേട്ടൻ്റെ ഈ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം ഇടുന്നത്. നല്ല രസം കേട്ടോ കാണാൻ. അങ്ങനെ എൻ്റെ സാർ ലൂയിസ് വീക്കും കഴിഞ്ഞ് കിട്ടി. അപ്പോൾ ശരി എന്നാൽ ബൈ.